اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله ولك الشكر كله، وإليك يرجع الأمر كله. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك. وأشهد أن محمدا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول، وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل، ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അറബ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന 3 അടിമകൾ, 3 പേരും അബസീനിയൻ പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണ്. ഇവർ 3 പേരുടെയും ചരിത്രം, അവരുടെ ജീവിതം കേവലം ചരിത്ര സംഭവങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ പരിസരത്തോട് വല്ലാണ്ട് ചേർന്ന് നിൽക്കുന്നവയാണ്. അവരിൽ ഒന്നാമൻ ജാഹിലിയ കാലത്ത് അറബികളുടെ കുതിരപ്പടയാളി ഫാരിസുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അറേബ്യൻ സാഹിത്യത്തിലെ പ്രസിദ്ധമായ മുഅല്ലഖാത്തുകളിൽ ഒന്നിന്റെ രചയിതാവായ അൻതറത്ത് ബിൻ ഷദ്ദാദ് ആയിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒരിക്കലും സാധാരണ അറബികൾക്ക് പരിചിതമായതുപോലെ യുദ്ധക്കളത്തിലെ വിഷമമായിരുന്നില്ല. നേരെ മറിച്ച് തന്റെ വീട്ടിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്നായിരുന്നു അദ്ദേഹം പീഡനങ്ങൾ അനുഭവിച്ചിരുന്നത്. പിതാവ് ഷദ്ദാദ് അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. തന്റെ ഗോത്രമായ ബനു അബസിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് പറയുവാൻ തയ്യാറായില്ല. കാരണം അൻതറയുടെ ഉമ്മ എന്ന് പറയുന്നത് കറുത്ത അബിസീനിയൻ അടിമയായ സുബൈബയായിരുന്നു.
അതുകൊണ്ട് തന്നെ അൻതറയ്ക്ക് ബാല്യകാലത്ത് സ്വന്തം വീട്ടിൽ, സ്വന്തം നാട്ടിൽ അടിമയായി ജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. അടിമകളുടെ കൂടെ ആടുകളെ മേയിച്ച്, ആടുകളെ കറന്ന്, മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് തന്റെ പിതാവ്, തന്റെ കബീല, തന്റെ ഗോത്രം അംഗീകരിക്കുന്ന ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ ജീവിച്ചു കൊണ്ടിരുന്നു. തന്റെ അവസ്ഥയെ കുറിച്ച് അൻതറ പറഞ്ഞു വെക്കുന്നത്, ഇൻ കുന്തു ഫീ അദദിൽ അബീദി ഫഹിമ്മതി ഫൗഖ സുറയ്യ വസ്സമാകിൽ അസലി. ഞാൻ അടിമകളുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത് എങ്കിലും ഞാൻ എന്റെ ഹിമ്മത്ത് കൊണ്ട്, എന്റെ സ്വപ്നം കൊണ്ട്, എന്റെ മനോധാർഢ്യം കൊണ്ട് സുറയ്യ നക്ഷത്രത്തെക്കാൾ മുകളിലാണ്. ഔ അൻകറത് ഫറസാനു അബ്സിൻ നബ്സബതി ഫസിനാനു റംഹി വൽ ഹസാമു യുഖിറുലി. ബനു അബ്സ്, അതിലെ പടയാളികൾ, അതിലെ പോരാളികൾ എന്നെ അംഗീകരിക്കുകയില്ല എങ്കിലും എന്റെ വാളും എന്റെ കുന്തവും അവർക്ക് മുകളിലാണ് എന്ന് അൻതറ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തന്നെ അംഗീകരിക്കാത്ത പിതാവിനെ നിരന്തരമായി പ്രശംസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ പ്രശംസയേറ്റ് തന്റെ പിതാവ് എന്നെ അംഗീകരിക്കട്ടെ എന്നുള്ളതാണ്. മിൻഹും അബീ ശദ്ദാദു അക്രമു വാലിദി വൽ ഉമ്മു മിൻ ഹാമിൻ ഫഹും അഖ്വാലി. എന്റെ ഉപ്പ ഉദാരനാണ്, അങ്ങേയറ്റത്തെ ഉദാരനാണ്. എന്റെ ഉമ്മയുടെ തറവാടും ഒരിക്കലും മോശമല്ല. ഉപ്പയെയും ഉമ്മയെയും മാത്രമല്ല, നേരത്തെ പറഞ്ഞ തന്റെ ഗോത്രത്തെയും അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഗോത്രത്തെ പൊക്കി പറഞ്ഞാൽ, അവരെ പ്രശംസിച്ചാൽ അവരെന്നെ അംഗീകരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. യാ അബ്സു ഖദ് അലിമൽ ഉലാ മിൻ ഖൗമിന അന്നൽ കിറാമു അല സമാനിൽ അവലി. എല്ലാ അബ്സ് ഗോത്രമേ, എല്ലാവർക്കും അറിയാമല്ലോ, പണ്ടുള്ളവർക്കും ഇപ്പോഴുള്ളവർക്കും ഒരുപോലെ അറിയാം, നമ്മൾ തന്നെയാണ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവർ എന്ന് ബനു അബ്സിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പാടാറുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ അയാളുടെ സ്വത്വം പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിൽ, തന്റെ പാർട്ടിയിൽ, തന്റെ ഗോത്രത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി ജീവിക്കേണ്ടി വരുമ്പോ അയാൾ എന്തിനും തയ്യാറാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അൻതറയുടെ പിതാവ് ശദ്ദാദിന് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെയാണ് ബനു അബ്സും മറ്റൊരു ഗോത്രവും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നത്. തൊയ്യ് ഗോത്രവുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. ബനു അബ്സ് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ്. ഈ സന്ദർഭത്തിൽ ശദ്ദാദ് സ്വന്തം മകനായ അൻതറയോട് പറഞ്ഞു, ഖർയ അൻതറ ഫഅൻത ഹുറുൻ. നീ ഈ യുദ്ധത്തിൽ പോരാടിയാൽ, ഈ യുദ്ധത്തെ വിജയത്തിലേക്ക് നീ നയിച്ചാൽ നീ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ഈ കബീല, ഈ ഗോത്രം അംഗീകരിക്കുന്നതാണ്. ഇത് കേട്ട അൻതറ ഇറങ്ങി തിരിച്ച് യുദ്ധം ചെയ്യുകയും അവസാനം പേര് നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. രണ്ടാമത്തേത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബിലാൽ ഇബ്നു റബാഹ് അൽ ഹബശി റളിയല്ലാഹു അൻഹു ആണ്. അബിസീനിയൻ അടിമയായ ഹമാമക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മക്കയില് ഈ പറയുന്ന അടിമത്വത്തിന്റെ വേദനയിൽ, തീച്ചൂളയിൽ കരിഞ്ഞുണങ്ങിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ ബിലാൽ ഇബ്നു റബാഹിനുണ്ടായിരുന്നത്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ചാട്ടവാറുകളായിരുന്നു ബിലാലിനെ നയിച്ചിരുന്നത്. ബിലാൽ സാമൂഹികമായി അടിമയായിരുന്നെങ്കിൽ പോലും ജീവിതത്തിൽ ഹൃദയം കൊണ്ട്, നിലപാട് കൊണ്ട്, തന്റെ വികാരം കൊണ്ട്, അഭിപ്രായം കൊണ്ട് ഒരു നിമിഷം പോലും ബിലാല് അടിമയായി ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ പ്രകൃതം സ്വാതന്ത്ര്യത്തിന്റെ പ്രകൃതമായിരുന്നു. പ്രകാശത്തിലേക്ക്, സത്യത്തിലേക്ക് എപ്പോഴും എത്തി നോക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സദസ്സിൽ എപ്പോഴും ചർച്ച മുഹമ്മദാണ്. മുഹമ്മദിനെ കുറിച്ച് മോശം പറയുക എന്നുള്ളതാണ് പതിവ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എല്ലാ പകയും വിദ്വേഷവും അവിടെയായിരുന്നു അവർ വിസർജിച്ചിരുന്നത്. ഇതാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ചായ കൊണ്ടു കൊടുക്കുമ്പോ, സേവകനായി അവരുടെ സദസ്സിലേക്ക് വരുമ്പോ
എപ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നു. ഹൃദയം കൊണ്ട് സ്വതന്ത്രനായ ബിലാൽ ആ വാക്കുകൾ തന്റെ ഹൃദയത്തിലേക്ക് പകർത്തിയെടുക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് അറിയാം ഇസ്ലാം സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന്. എല്ലാം അറിഞ്ഞിട്ടും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നു. സ്വാഭാവികമായും ബിലാലിന് നേരെയുള്ള ചങ്ങലക്കെട്ടുകൾ കുറച്ചുകൂടി കടുത്തുപോയി. അദ്ദേഹത്തിന്റെ മുതുകിൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ചാട്ടുവാറടികൾ ആഞ്ഞു പതിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ ഉമയ്യത്ത് ബിൻ ഖലഫിനേക്കാൾ മുകളിലായിരുന്ന യഥാർത്ഥത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് പ്രഖ്യാപിച്ചത് ലാ തഗ്റബു ശംസു ഹാദൽ യൗം ഇല്ലാ വയഗ്റബു മഅഹാ ഇസ്ലാമു ഹാദൽ അബ്ദുൽ ആബിഖ്. ഇന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ധിക്കാരിയായ അടിമയുടെ ഇസ്ലാം ഞാൻ അസ്തമിപ്പിക്കും എന്നായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ് പ്രഖ്യാപിച്ചത്. പക്ഷേ അവിടെ അടിമ ഉമയ്യത്തും ഉടമ സാക്ഷാൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങേയറ്റത്തെ കരുത്തുറ്റ ഈമാനിന്റെ ഉടമയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായും ഉമയ്യത്ത് ബിൻ ഖലഫ് കോപിഷ്ഠനായി, അദ്ദേഹത്തിന് ഭ്രാന്തിളകി എന്നാണ് ചരിത്രകാരന്മാരൊക്കെയും എഴുതി വെച്ചത്. മക്കയുടെ തെരുവിൽ ചുട്ടുപഴൽ തവണലിൽ മാറിടത്ത് നെഞ്ചത്ത് പടുകൂറ്റൻ പാറക്കല്ലുകൾ വഹിച്ച് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ബനൂ ഉമയ്യയുടെ ആളുകൾ, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ആളുകൾ വലിച്ചു വെച്ച് കൊണ്ടുപോയി. വലിച്ചു കഴിക്കുമ്പോഴെല്ലാം അഹദ് അഹദ് എന്നായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചത്. അവസാനം അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ കമാ നഖൂൽ, ഞങ്ങൾ പറയുന്നത് താങ്കൾ പറയുക. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇന്ന ലിസാനി ലാ യഹ്സിനു, എന്റെ നാവ് അതിന് വഴങ്ങുകയില്ല. ഇതായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മൂന്നാമത്തെ അടിമ അതേ അബസീനിയയിൽ നിന്നുള്ള വഹ്ശി ഇബ്നു ഹർബ് എന്നാണ് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വഹ്ശി നേരെ വ്യത്യസ്തമായിരുന്നു, ബിലാലിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ബിലാലിനെ പോലെ സ്വന്തമായ ഒരു നിലപാടുണ്ടായിരുന്നില്ല, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. വഹ്ശിയുടെ ശരീരവും മനസ്സും ഒരുപോലെ അടിമയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ബിലാൽ സ്വാതന്ത്ര്യം കൊതിച്ചു, വഹ്ശിയും സ്വാതന്ത്ര്യം കൊതിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കൊതിച്ചത് ആദർശത്തിന്റെ പേരിലായിരുന്നു, നിലപാടിന്റെ പുറത്തായിരുന്നു. പക്ഷേ വഹ്ശി ഇബ്നു ഹർബ് സ്വാതന്ത്ര്യം കൊതിച്ചത് തന്റെ കാമുകിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ബിലാൽ കേൾക്കുന്നതൊക്കെയും വഹ്ശി കേൾക്കുന്നുണ്ട്, പ്രവാചകനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, തൗഹീദിന്റെ വർത്തമാനങ്ങൾ. പക്ഷേ വഹ്ശി ചെവി കേൾക്കുന്നതിന് പകരം ചെവി കൊടുക്കാതിരിക്കുവാനാണ് ശ്രദ്ധിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ശരീരം മാത്രമല്ല മനസ്സ് പോലും ബന്ദിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. തന്റെ ഉടമ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നിൽ കണ്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു കച്ചവടമായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വതന്ത്രനാണെന്ന പേര് ലഭിക്കണം, അതുവഴി തന്റെ കാമുകിയെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഉഹുദിന്റെ വേള കടന്നു വരുന്നത്. ഉഹുദിന്റെ വേളയിൽ ജുബൈർ ബിൻ മുത്ഇം വഹ്ശിയുടെ മുതലാളി, യഥാർത്ഥത്തിൽ ഹിന്ദായിരുന്നില്ല, ജുബൈർ ബിൻ മുത്ഇം ആയിരുന്നു. ജുബൈർ ബിൻ മുത്ഇം വഹ്ശിക്ക് ഡ്യൂട്ടി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അസദുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സിംഹം എന്ന പേര് വിളിച്ച ഈ പറയുന്ന ഹംസയെ കൊല്ലണം. വഹ്ശി റെഡിയാണ്, കാരണം അവൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ട് ലഭിക്കും. വഹ്ശി തന്റെ മുനകൂർത്ത അമ്പറിഞ്ഞു, നേരെ ചെന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടുപോകും. ഹംസ റളിയല്ലാഹു അൻഹു
ഷഹാദത്ത് വരിച്ച് നിലത്ത് വീണു. ഏറുകൊണ്ട് മരിച്ചത്, ഷഹാദത്ത് വരിച്ചത് ഹംസ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ആ ഏറ് കൊണ്ടത് പിളർത്തിയത് സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെയായിരുന്നു. അത്രമേൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചു. പക്ഷേ വഹ്ശിക്ക് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം ലഭിച്ചു. അയാളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കടക്കാം. അടിമകളുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നിലപാടുകൾ പരിശോധിച്ചു നോക്കുക. നമുക്കൊക്കെയും പരിചിതമായ നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കുക. സ്വന്തമായി അഭിപ്രായമുള്ള, സ്വന്തമായി നിലപാടുള്ള, സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചല്ല പറയുന്നത്, സംഘടനയുടെ നിലപാടിനെ കുറിച്ചല്ല പറയുന്നത്, സ്വന്തമായി തീരുമാനങ്ങളും നിലപാടുകളുമുള്ള മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയില്ല. അൻതറയെ നിങ്ങൾക്ക് കാണാം, വഹ്ശിയെയും നിങ്ങൾക്ക് കാണാം, ബിലാൽ ഇബ്നു റബാഹിനെ വളരെ അപൂർവമായി മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിമേതര സംഘടനകളിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ ജീവിക്കുന്ന ആളുകൾ അൻതറയെയാണ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ പാർട്ടിയോടുള്ള എന്റെ കൂറ് സ്ഥാപിക്കണം, എന്റെ പാരമ്പര്യം ഒരുപക്ഷെ അതിന് തടസ്സമായിരിക്കും, എന്റെ പേരും എന്റെ പിതാവിന്റെ പേരും ഒരുപക്ഷെ അതിന് തടസ്സമായിരിക്കും. നേരത്തെ അൻതറയെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പാരമ്പര്യം തടഞ്ഞതുപോലെ നിങ്ങളുടെ മുസ്ലിം നാമം എന്നുള്ളത് വിഷയമായിരിക്കും. അപ്പൊ അങ്ങനെ മുസ്ലിം നാമധാരികളായ എന്നാൽ മറ്റു പാർട്ടികളിൽ വർദ്ധിക്കുന്ന ആളുകൾ അവർ ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും തങ്ങളുടെ കൂറ് സ്ഥാപിക്കുന്നതിന് വേണ്ടി. എപ്പോഴെങ്കിലും തന്റെ പാർട്ടി, തന്റെ സംഘടന തന്നെ അംഗീകരിക്കും എന്നുള്ള സ്വപ്നത്തില് അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അൻതറ സ്വന്തം പിതാവിനെ പുകഴ്ത്തിയതുപോലെ, സ്വന്തം ഗോത്രത്തെ പുകഴ്ത്തിയതുപോലെ സ്വന്തം പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം നിർണായകമായ ഒരു വേളയിൽ അൻതറയെ സ്വന്തം പിതാവ് ബലിയാക്കിയതുപോലെ തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ത്യജിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരും. അൻതറയല്ലെങ്കിൽ പിന്നെ നമുക്ക് കാണുവാൻ പറ്റുക വഹ്ശിയെയായിരിക്കും. വഹ്ശി എന്ന് പറയുന്നത്, വഹ്ശിയും അൻതറയും തമ്മിലുള്ള വ്യത്യാസം, അൻതറ മൂത്തതാണ്, വഹ്ശി എന്നുള്ളതാണ്. അൻതറക്ക് സ്വന്തം ഗോത്രത്തിൽ, സ്വന്തം പാർട്ടിയിൽ ഒരു സ്ഥാനം ലഭിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെന്നെ അംഗീകരിച്ചാൽ മതി, തന്റെ പാരമ്പര്യം അംഗീകരിച്ചാൽ മതി. പക്ഷെ വഹ്ശിക്ക് അതിനപ്പുറം സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. വിവാഹം കഴിക്കേണ്ടി വരും, പാർട്ടിയുടെ MLA ആവേണ്ടി വരും, അതല്ലെങ്കിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആവേണ്ടി വരും, അതുമല്ലെങ്കിൽ ഒരു സുൽത്താനെങ്കിലും പാർട്ടി അംഗീകരിച്ചാവേണ്ടി വരും. അവിടെയാണ് വഹ്ശികൾ യഥാർത്ഥത്തിൽ പിറന്നു വീഴുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുന്തം കുറിപ്പിച്ച് ആരുടെ നെഞ്ചിലേക്ക് എറിയുവാനും ആധുനിക കാലത്തെ വഹ്ശിമാർ തയ്യാറാവും. പാർട്ടി പറയുകയാണെങ്കിൽ കയ്യും വെട്ടും, തലയും വെട്ടും, കയ്യും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നവർ വിളിച്ചു പറയും. ഇവിടെയാണ് വഹ്ശിമാർ പിറന്നു വീഴുന്നത്. വഹ്ശിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. വഹ്ശി യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന അടിമ വംശത്തിലെ രാജാക്കന്മാരെയാണ്, സുൽത്താൻമാരെയാണ്. എങ്ങനെയെങ്കിലും യജമാനെ തൃപ്തിപ്പെടുത്തി രാജാവായി, സുൽത്താനായി വിലസണമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചൊക്കെ ആളുകൾ സ്വീകരിച്ചിരുത്തും. കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഒരു കാലത്തും നടക്കാത്ത സ്വപ്നമാണ് എന്ന്. വഹ്ശി അത് തിരിച്ചറിഞ്ഞു. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, സ്വതന്ത്രനായ ഞാൻ ഇപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാണെന്ന് തിരിച്ചറിഞ്ഞു. അസ്വസ്ഥനായി, വിഷാദത്തിലായി. അവസാനം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു.
ബിലാലിനെ കാണുന്നു, ബിലാലിന്റെ സ്ഥാനം കാണുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ചവിട്ട് ബിലാലിനെ ബാങ്ക് വിളിക്കുന്ന ബിലാലിനെ കണ്ട് വഹ്ശി അമ്പരന്നു പോകുന്നു. അങ്ങനെ മക്ക വിജയവേളയിൽ സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖേദത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ ആ അമ്പ് കൊണ്ടുള്ള മുറിവ് പ്രവാചകനിൽ അപ്പോഴും അതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, തൽക്കാലം എന്റെ മുന്നിൽ വരരുത് എന്ന് പറഞ്ഞ് വഹ്ശിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തുന്നു. ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തെറ്റല്ല, പ്രവർത്തിക്കേണ്ടതാണ്. അത് മതസംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. പക്ഷേ മതസംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവന്റെ അഭിപ്രായങ്ങൾ പണയം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമികമല്ല. എന്റെ മതസംഘടനയിൽ, എന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന്റെ പുറത്ത് ഞാൻ തരം താഴ്ത്തപ്പെടുകയാണെങ്കിൽ എന്റെ അഭിപ്രായം സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ തരം താഴ്ത്തപ്പെടുകയാണെങ്കിൽ, അതിന്റെ പേരിൽ ഞാൻ കുലം കുത്തിയാവുകയാണെങ്കിൽ ആ പാർട്ടി എന്ന് പറയുന്നത് തനിക്ക് ഫിറ്റല്ല എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ നിലപാട് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയോട് ചേരുമ്പോ, ഒരു സംഘടനയോട് ചേരുമ്പോ അന്ധമായി ഒന്നിനെയും സ്വീകരിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വതന്ത്രരുടെ പേരിലാണെങ്കിലും അടിമകളായാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബന്ദികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തലച്ചോറ് നമ്മള് പണയപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെല്ലാവരും സംഘടനയോടുള്ള, പാർട്ടിയോടുള്ള കൂറ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ഞാന് ഒരു കബീലയിൽ, ഒരു ഗോത്രത്തിൽ, ഒരു പാർട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, എനിക്കറിയാം ഈ അഭിപ്രായമാണ് ശരി എന്ന്. പക്ഷെ അവരത് സ്വീകരിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കബീലയുടെ, പാർട്ടിയുടെ അഭിപ്രായം സ്വീകരിച്ചു. എനിക്കറിയാം ആ അഭിപ്രായം തെറ്റാണെന്നറിയാം. പക്ഷേ പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ എന്റെ ഗോത്രമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായ ഒരു മേൽവിലാസമില്ല. എന്റെ പാർട്ടിയാണ് എന്റെ മേൽവിലാസം. അപ്പോ പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യും. പാർട്ടി MSFനെയാണ് ഇരയാക്കുന്നത് എങ്കിൽ ഞാൻ ഉച്ചത്തിൽ, അതിനേക്കാൾ ഉച്ചത്തിൽ MSFനെതിരെ ശബ്ദിക്കും. പാർട്ടി ദാറുൽ ഹുദയെയാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഞാൻ ദാറുൽ ഹുദയ്ക്കെതിരെ സമരത്തിനിറങ്ങും. പാർട്ടി എല്ലാറ്റിനും പിന്നിൽ ഇന്ന മതസംഘടനയാണ് എന്ന് പറയുന്നുവെങ്കിൽ എന്റെ അഭിപ്രായത്തിനും എല്ലാറ്റിനും പിന്നിൽ അതേ മതസംഘടനയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് സ്വതന്ത്രരുടെ നിലപാടല്ല, ഇത് അടിമകളുടെ നിലപാടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. സാക്ഷാൽ പടച്ച തമ്പുരാനാണ് പറയുന്നതെങ്കിൽ പോലും, പാർട്ടിയല്ല, പാർട്ടി നേതാവല്ല, സാക്ഷാൽ പടച്ച തമ്പുരാനാണ് പറയുന്നത് എങ്കിൽ പോലും അതിലേക്ക് മുഖം കുത്തി വീഴരുത് എന്ന് വിശുദ്ധ ഖുർആന് കൃത്യമായി പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വാതന്ത്ര്യമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ഫൽ ഹുർരിയത്തു ഹുർരിയത്തുൽ ഖൽബ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യമില്ല എങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം പുറത്തു പറയുവാനുള്ള ആർജവം നിങ്ങൾക്കോ, അത് പറഞ്ഞാൽ കേൾക്കുവാനുള്ള മനസ്സ് മറ്റുള്ളവർക്കോ ഇല്ല എങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ സ്വതന്ത്രനല്ല, അടിമയാണ് എന്നാണ് ഇബ്നു തൈമിയ പറഞ്ഞു വരുന്നത്. ഇനി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിലേക്ക് മടങ്ങാം. സ്വന്തം നിലപാട് കൊണ്ട്, ആദർശം കൊണ്ട്, അഭിപ്രായം കൊണ്ട് സ്വതന്ത്രനായി ജീവിച്ച മനുഷ്യൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങാൻ വന്നതാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അടുത്തേക്ക്. വില കൊടുത്ത് വാങ്ങിയതിനു ശേഷം ഉമയ്യ പറഞ്ഞു, ലൗ അബൈത ഇല്ലാ ഉഖിയതൻ ലബിഅനാക്. ബിലാൽ ഇബ്നു റബാഹിന് വേണ്ടി താങ്കൾ ഒരു പൗണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ പൗണ്ടിന്, ഒറ്റ പൗണ്ടിന് ഞാൻ ബിലാലിനെ താങ്കൾക്ക് വിൽക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ലൗ അബൈത ഇല്ലാ മിഅതൻ ലസ്തറൈതുഹു. താങ്കൾ ബിലാലിന് 100 പൗണ്ട് ചോദിച്ചാൽ ആ 100 പൗണ്ട് നൽകുവാൻ ഞാൻ തയ്യാറായിരുന്നു. ബിലാൽ എവിടെ എത്തിയെന്നും മറ്റുള്ളവർക്ക് എന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ച് പറഞ്ഞത്, അബൂബക്കറിൻ സയ്യിദുനാ അഅതഖ സയ്യിദനാ. ഞങ്ങളുടെ നായകനായ നേതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നേതാവായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചിരിക്കുന്നു. വഹ്ശിയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബ്ദുൻ വറയ്യുൻ അഅളമു ഖതറൻ മിൻ അബ്ദിൻ വഹർബത്തിൻ. ഒരു അടിമ, ആ അടിമക്ക് കയ്യിൽ ആയുധമാണുള്ളത് വെക്കുക. മറ്റൊരടിമ ആയുധം എന്താൻ അറിയുകയില്ല, പക്ഷേ അഭിപ്രായമുണ്ടെന്ന് വെക്കുക. നിങ്ങൾ ആ അഭിപ്രായമുള്ള, സ്വന്തമായ നിലപാടുള്ള അടിമയെയാണ് ഭയപ്പെടേണ്ടത്, ബിലാലിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്, വഹ്ശിയെയല്ല എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ വഹ്ശിക്ക് മാനസാന്തരമുണ്ടായി. തന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവസാനം മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചു. എന്നിട്ട് ആ വധിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അതേ കുന്തം ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നിട്ട് വഹ്ശി പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിലെയും ഖതൽതു ഖൈറൻ നാസി ഫിൽ ജാഹിലിയ്യ വശർറൻ നാസി ഫിൽ ഇസ്ലാം. ഞാൻ ജാഹിലിയത്തിലായിരിക്കെ ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനെ വധിച്ചു. ഞാൻ ഇസ്ലാമിലായിരിക്കെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ വധിച്ച് അതിന് പരിഹാരം കണ്ടെത്തി എന്ന് വഹ്ശി പറഞ്ഞു വെക്കുന്നുണ്ട്. വഹ്ശിക്ക് മാനസാന്തരമുണ്ടായി. ആ മാനസാന്തരം തൗബ പടച്ചതമ്പുരാൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ആ ഒരു പ്രഖ്യാപനം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മുടെ നിലപാടുകൾ മാറ്റി എന്നുള്ളത് കൊണ്ട്, നമ്മുടെ അസ്തിത്വം അടിയറവ് വെച്ചു എന്നുള്ളത് കൊണ്ട്, നമ്മൾ നീക്കുപോക്കുകൾ നടത്തി എന്നുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. സ്വാതന്ത്ര്യത്തിന്റെ നിറം തന്നെ ചുവപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പോരാട്ടത്തിലൂടെയല്ലാണ്ട്, നിലപാടിലൂടെയല്ലാണ്ട് ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അമീർ ശുഅറാ അഹ്മദ് ഷൗക്കി രചിച്ചതിന് ശേഷം ഷഹീദ് യഹ്യ സിൻവാർ തന്റെ ഷഹാദത്തിലൂടെ ചിത്രീകരിച്ച വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. വലിൽ ഹുജ്ജിയത്തിൽ ഹംറാഇ ബാബുൻ ബികുല്ലി യദിൻ മുളറജത്തിൻ യുദഖ്. സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് അത് വിട്ടുവീഴ്ചയിലൂടെയോ നീക്കുപോക്കുകളിലൂടെയോ നിങ്ങൾക്ക് തുറക്കുവാൻ സാധിക്കുകയില്ല. അതിന് നിങ്ങൾ പ്രിയപ്പെട്ടതെല്ലാം പണയം വെക്കേണ്ടി വരും, പ്രിയപ്പെട്ടതെല്ലാം ബലി നൽകേണ്ടി വരും. ഗസയിലെ മക്കൾ, പോരാളികൾ ബലി നൽകിക്കൊണ്ടിരിക്കുന്നത് പോലെ നീക്കുപോക്കുകളിലൂടെയുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വപ്നമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. നാളെ പരലോകത്ത് അല്ലാഹു ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നരകാവകാശികളായ ചില ആളുകൾ പറയും, പടച്ചവനെ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. ഞങ്ങളുടെ പാർട്ടിയെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരായിരുന്നു. ഫഅളല്ലൂന സബീല. അവരാണ് ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞത്. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. പടച്ചവനെ, ഞങ്ങൾ പൊട്ടുപോയി, ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകി, നീ അവരെയും ശിക്ഷിക്കണമേ എന്ന് അവർ പടച്ചവനോടൊക്കെയാണ് അപേക്ഷിക്കുന്നത്. ചിന്ത ശേഷി ഉപയോഗപ്പെടുത്തി
അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്ത് പ്രവർത്തിക്കുക, തങ്ങളുടെ നിലപാടുകള് ഒരിടത്തും പണയം വെക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക. ഇതാണ് വിശ്വാസിയുടെ ശൈലി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജ്ജത്തോടു കൂടി ജീവിക്കുന്ന, അന്തസ്സോടു കൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വചനങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശേഷി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.